പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്യാസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഷാജട്ടം കൊണ്ടുപോയി. നമ്മുടെ വണ്ടിയിലെ ഗ്യാസ് അടുപ്പിന് ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ഒരെണ്ണത്തിന്. അപ്പോൾ ഒരേട്ടനും കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് കൂടെ വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാൾക്കും കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് കടകൾ ലീവായതുകൊണ്ട് അത് നേരാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം കൂടെ കഴിയണം കട തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ സ്റ്റവ് എടുത്തിട്ട് പോയി. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുപ്പ് തന്നെ ശരണം. ഞാൻ വിറക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, എനിക്കറിയാം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ജാമാവുന്നത്. അതുകൊണ്ട് വിറകിരിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മടലും ചകിരിയും ചിരട്ടയും ഒക്കെ ഉണ്ട്, ഓലക്കൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചോറുണ്ടാക്കണം. കണ്ണുകുട്ടി മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മാങ്ങാച്ചാറും ചോറും മുട്ട പൊരിച്ചതും തക്കാളി താളിച്ചതും കൂടെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആർക്കൊരു പൂരം കഴിഞ്ഞതിൻ്റെ ഒക്കെ ക്ഷീണം കാര്യമൊന്നും പൂരത്തിന് പോയ ക്ഷീണമല്ല കേട്ടോ, ഇവിടുത്തെ ഓട്ടപ്പാച്ചിൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം. കണ്ണൊന്നും പിടിച്ചോടത്ത് കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്നാമതേ ഈ ചൂടത്ത് നമുക്ക് ഗ്യാസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണത് തന്നെ വലിയ പടാപ്പാടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അടുപ്പത്തും കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട. കുറച്ച് രാവിലേക്ക് ഒരു 6 മണി 6:30 ആ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ അടുപ്പത്ത് നിന്നിട്ട് കുക്കിങ്ങിനെ കൊണ്ട് വലിയ പാടൊന്നുമില്ല. അല്ലെങ്കിലും നമുക്കാണ് പാടൊക്കെ. ഇത് സ്ഥിരമായിട്ട് നമുക്കല്ല, എനിക്ക് കേട്ടോ വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന അമ്മമാർക്ക് ചേച്ചിമാർക്കൊന്നും ഇത് വലിയ പാടൊന്നുമില്ല. അവർ ഇത്രയും പണികൾ അടുപ്പിൽ കത്തിച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവരവരുടെ വർക്കിന് പോണവരുണ്ട്. ഇത് വലിയൊരു കാര്യമായിട്ട് പറയണതല്ല. പക്ഷേ ഈ ചൂടിനെ അപേക്ഷിച്ചിട്ടേ ചൂടത്ത് ഇങ്ങനെ നിൽക്കുക എന്ന് പറയണത് നമുക്ക് ശീലം ഇല്ലാത്തതുകൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കണ്ടിന്യൂസ് നമ്മളെന്നും ഡെയിലി അങ്ങനെ അടുപ്പത്താണെങ്കിൽ നമുക്കത് വലിയ പാടൊന്നും ഉണ്ടാവില്ല. അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും പാട് തോന്നുന്നത്, അല്ലാതെ വേറൊന്നും അല്ലാട്ടോ പറഞ്ഞത്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി കറിക്ക് വേണ്ടിയിട്ട് തക്കാളി താളിക്കുകയും ചെയ്യാം, ഓംലെറ്റ് അടിക്കുകയും ചെയ്യാം. അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ. മിക്കതും നമ്മൾ തട്ടിക്കൂട്ട് പരിപാടി തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ചിക്കനും കാര്യങ്ങളും മീനൊക്കെ നമുക്ക് അടുപ്പിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകും കേട്ടോ. ചീര താളിച്ചതോ മുരിങ്ങ താളിച്ചതോ പിന്നെ പറഞ്ഞ പോലെ ഒരു ഉണക്കമീൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അങ്ങനെയോ രസമോ തക്കാളി താളിച്ചതോ എന്തെങ്കിലും ആയാൽ മതി. എല്ലപ്പോഴും ചിക്കനും മീനൊക്കെ വാങ്ങുകയാണെങ്കിലാണ് നമുക്ക് ഇതൊക്കെ വലിയൊരു പാടായിട്ട് തോന്നുള്ളൂ കേട്ടോ. ദൈവം എത്തിച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉള്ളപ്പോൾ വാങ്ങാറുണ്ട്, ഇല്ലാത്തപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഡെയിലി നമുക്ക് ഇറച്ചി മീനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇല്ല. പ്രത്യേകിച്ച് ഈ ഒരു ഇയർ എൻഡിങ്ങും മാസാവസാനമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റേതായിട്ടുള്ള പ്രഷറും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ കടവിന് വേണ്ടിയിട്ട് ആൾക്കാർ ഡെയിലി എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നിട്ട് നമ്മൾ ഓരോ ഡേറ്റ് പറയും, അത് മാറും. എന്താ വെച്ചാൽ നമുക്ക് കച്ചവടത്തിൽ നിന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ടാവും നമ്മൾ ഡേറ്റൊക്കെ മാറ്റുക. അതുകൊണ്ട് ആ മാർച്ച് മാസമൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ എന്താവുന്നൊന്നും അറിയില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉത്സവത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയാണ് കേട്ടോ. എനിക്ക് കുഞ്ഞു കുട്ടി സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ കണ്ണൻകുട്ടിയേക്കാളൊക്കെ ചെറിയൊറ്റങ്ങളാണ് കേട്ടോ. ആ ഒരു പ്രായമുള്ളവരും അതിനെയും ചെറിയൊറ്റങ്ങളൊക്കെയാണ് വന്നിട്ട് ചേച്ചി വീഡിയോ കാണാറുണ്ട്, ഞാൻ സബ്സ്ക്രൈബറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്ന് കൈയൊക്കെ തന്ന് സംസാരിച്ചിട്ട് വലിയ സന്തോഷമായിട്ടാണ്. ഞാനില്ലേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ല. അതുപോലെ ഞാൻ ശരണ്യോട് പറഞ്ഞു, എടി എൻ്റെ സബ്സ്ക്രൈബറാണ് ഇത്രേ പിള്ളേർ വന്നിട്ട് അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ ചേച്ചി യൂട്യൂബിൽ ഞങ്ങൾ കാണാറുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടോ. ഒരു 2-3 പേരെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെന്നെ നമ്മളോട് പറയുമ്പോൾ എന്നെ അപേക്ഷിച്ചിട്ട് എനിക്ക് അത് വലിയ കാര്യം കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളവർ നമ്മൾ അംഗീകരിക്കണം ആദ്യം, പിന്നല്ലേ പുറത്തുള്ളവർ എന്നുള്ള രീതിയിൽ. പുറത്തുള്ളവർ പിന്നല്ലേ എന്നുള്ളതല്ല, പക്ഷെ നാട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്, വീഡിയോ അവർ കാണുന്നുണ്ട്, നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. പുറത്തുള്ളവർ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ പൂജിറ്റോടും പറഞ്ഞു കേട്ടോ. എനിക്ക് കുറേ നേരം ഞാൻ അതന്നെ പറയായിരുന്നു. അങ്ങനെ സന്തോഷം കൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓക്കെ ആ പിള്ളേരോടൊക്കെ സംസാരിച്ചു. വീട് ഇവിടെ അടുത്താണോ ചോദിച്ചപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ പോയിട്ടോ. പിന്നെയും വേറെ 2-3 കുട്ടികളെ കണ്ടു. പിന്നെ 2 ചേച്ചിമാരും പറഞ്ഞു. വലിയ സന്തോഷം അതൊക്കെ കേട്ടോ. അത് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയതാണ്, വിടരുതായിരുന്നു ശരിക്കും. ഞാൻ ആ ഒരു നമ്മളില്ലേ ഈ തിരക്കിൽ നമ്മളിതിങ്ങോട്ട് കഴിഞ്ഞ് പടഞ്ഞ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ടൈമിൽ വൈകുമോ എന്നുള്ള വെപ്രാളത്തിൽ അങ്ങോട്ട് വിട്ടുപോയതാണേ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കാഞ്ഞു. അടുപ്പത്താവുമ്പോൾ എന്താ അറിയോ, പെട്ടെന്ന് എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചാൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്യാസ് ആണെങ്കിൽ നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കത്തിച്ചാലും മതിയല്ലോ. അത് കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെടാൻ പാടാം. അതുകൊണ്ടാട്ടോ
വെള്ളമൊക്കെ നല്ലോണം കാഞ്ഞപ്പോൾ ഞാൻ എന്തായാലും നമുക്കുള്ള 2 നേരത്തേക്കുള്ള അരിയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഇനി ഷാജേട്ടന് കഴിക്കാനുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം, നമുക്കും എടുക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് വൈകിട്ടാണല്ലോ, ചോറ് പൊട്ടയാവില്ല, ചീത്തയാവില്ലല്ലോ, നേരത്തെ ഒന്നുമല്ലല്ലോ നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇതൊരൊറ്റ തിളയ്ക്ക് ആവും കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ഒരു അടുപ്പ് കഴിഞ്ഞാലല്ലേ അടുത്ത പരിപാടിക്ക് പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ റെസ്റ്റ് എടുത്ത വീഡിയോസും ഷോർട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറായി. അപ്പോൾ അത് ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചു. എനിക്കിങ്ങനെ വാർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പേസ് ഇല്ല കേട്ടോ. മറ്റേത് അതാണ് സുഖം, ഇങ്ങനെ ചെറുതിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വാർക്കുക ചെയ്യുക. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൊട്ടക്കൈയിൽ തന്നെയാണ് ഇങ്ങനെ ഊറ്റുക കേട്ടോ ചോറ്. എന്നിട്ട് അതിനകത്തേക്ക് ഇടും. ഊറ്റുക തന്നെയല്ലേ, അതന്നെ ചോറ് ഊറ്റുക, നമ്മുടെ അവിടെയൊക്കെ ചോറ് ഊറ്റുക എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്കിനി ചട്ടി വെച്ചിട്ട് ഈ തക്കാളി താളിക്കണത് അങ്ങോട്ട് ഉണ്ടാക്കാം. ഇവിടെ പിള്ളേർക്കും എനിക്കും ഷാജേട്ടനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഈ തക്കാളി താളിപ്പ്. പക്ഷെ എന്താണെന്നറിയോ, 2 നേരത്തിലേക്ക് എത്തില്ല. അങ്ങോട്ട് കഷ്ടി മുഷ്ടി അങ്ങോട്ട് ആവുകയുള്ളൂ. രാത്രിയിലേക്ക് എനിക്കൊരു ഞങ്ങൾക്ക് ചമ്മന്തി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പാകത്തിന് തന്നെ എടുത്തിട്ടുള്ള, ഒരുപാടൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. തക്കാളി താളിക്കാൻ, അതിലേക്ക് തക്കാളി താളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, പച്ചമുളക് എടുത്തു, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, വേപ്പിലുണ്ട്, എല്ലാം കൂടെ ഒക്കെ അടുപ്പിച്ച് കൊടുന്ന് വെക്കാൻ കേട്ടോ. അതാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ട് ഓരോന്ന് ചെയ്യണത്. അപ്പോഴേക്കും പപ്പടം ഉണ്ടായിരുന്നു. എന്നാൽ അതും കൂടെ കാച്ചുകയാണെങ്കിൽ പിന്നെ വേറെ ആർക്കും ഒന്നും വേണ്ടല്ലോ. ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ പപ്പടപ്രാന്തായിരിക്കുന്നു. കണ്ണനാണ് കേട്ടോ നല്ലോണം ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പം ഞാനും പൂജുട്ടിയും 3 4 5 ഒക്കെ കഴിക്കും. അത്രയും പപ്പടം കഴിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. നല്ലതെന്നറിയാം, എന്നാലും ഈ ചെക്കൻ്റെ കൂടെ കൂടിയിട്ട് ഞങ്ങൾക്കും ഇതിപ്പോൾ വലിയ ഇഷ്ടമായി. അങ്ങനെ പപ്പടം കാച്ചിയെടുത്ത എണ്ണയിൽ തന്നെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ആ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് വെന്തുടയണം നമ്മുടെ തക്കാളി. എനിക്ക് ഈ തക്കാളിക്കറിയിൽ വെള്ളം ഒഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ കുറുന്നനെ ചമ്മന്തി പോലെ ചാലിക്കാനാണ് ഇഷ്ടം. തികയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വേവണേൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഞാൻ നമ്മുടെ ഓംലെറ്റ് അടിക്കാനുള്ള ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് മുട്ട പൊട്ടിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കാം. ഓരോന്ന് ഉണ്ടാക്കാനുള്ള ഒരു ക്ഷമ അടുപ്പിൻ്റെ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 2 അപ്പം വെച്ചിട്ട് അങ്ങോട്ട്, അപ്പം അല്ല കേട്ടോ, ഓംലെറ്റ് അടിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് കലക്കി ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അതാവുമ്പോഴേക്കും ഇതങ്ങോട്ട് ചട്ടി കയറ്റാമല്ലോ. അതുകൊണ്ട് തന്നെ ഒക്കെ കയ്യോടെ അടുപ്പിച്ച് എന്ത് പണി ചെയ്യുകയാണെങ്കിലും ഞാനതല്ലാതെ ഒരുമിച്ച് അടുപ്പിച്ച് ഒതുക്കി വെക്കും കേട്ടോ. അതാവുമ്പോൾ നമുക്ക് വലിയ പാടില്ല, വലിയൊരു പ്രയാസമായിട്ട് തോന്നില്ല. മറ്റേത് ഒരെണ്ണം കഴിഞ്ഞ് കറി വെച്ചിട്ട് പിന്നെ മീൻ വറുക്കാനുള്ളതിൻ്റെ സ്റ്റേജ് നോക്കുമ്പോഴേക്കും നമുക്ക് വലിയ പാടായിരിക്കും, കിച്ചണും അലമ്പാവും. ഇതാവുമ്പോൾ എല്ലാം അരിഞ്ഞ് പെറുക്കി സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കിച്ചണും അലമ്പാവില്ല, നമുക്കും വലിയ കുഴപ്പം. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, എല്ലാം ഒതുക്കി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ല വെന്തുടഞ്ഞ് വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ പൊടി കേട്ടോ. ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ പൊടി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇടാറുണ്ട്, എനിക്കിഷ്ടമാണ്. പിന്നെ ഒരു കുഞ്ഞൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വിട്ടു കേട്ടോ. അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഓംലെറ്റ് ഉണ്ടാക്കാൻ നിൽക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് തിളച്ചു. ഇനി അത് നമുക്കൊരു പാത്രത്തിൽ പകർത്തിയിട്ട്, ഈ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ അങ്ങോട്ട് മോറി കഴുകി വെക്കാം കേട്ടോ. കിച്ചണിൽ ആ സ്റ്റവ് പോയപ്പോൾ തന്നെ ഒരുപാട് സ്പേസ് ഉള്ള പോലെ തോന്നുക കേട്ടോ. ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു കുഞ്ഞൊരു ടേബിളൊക്കെ ഉണ്ടെങ്കിൽ, മേശ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിച്ചൻ്റെ ഇതില്ലേ, സ്റ്റൗവില്ലേ, കിച്ചൻ്റെ സ്റ്റൗവ്, ഗ്യാസ് സ്റ്റൗവില്ലേ, അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങുമ്പോൾ അങ്ങനെ വിചാരിച്ചായിരുന്നു. പിന്നെ മേശ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വെച്ചിട്ട് ഇവിടെ തന്നെയാണ് വെച്ചായിരുന്നു. അപ്പോൾ ക്യാമറ എടുക്കുമ്പോൾ ടേബിളിലാവുമ്പോൾ ഇങ്ങോട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചു ഞാൻ. ഞാൻ ഇങ്ങോട്ട് ബാക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഈ ട്രൈപോഡ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ പാടാണ്. ഇതിപ്പോൾ പൂജിട്ടുള്ളതുകൊണ്ട് ഞാൻ നടക്കണോളം ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ വലിയ പ്രയാസമില്ല കേട്ടോ. വലിയ പ്രയാസം എന്നല്ല, ഒട്ടും പ്രയാസമില്ല. മറ്റേത് എനിക്ക് പെടാപ്പാടാണ്. ഇത് അങ്ങോട്ട് ചെരിച്ച് വെക്കണം, ഇങ്ങോട്ട് മാറ്റി വെക്കണം, പിന്നെ കിട്ടുന്നുണ്ടോ നോക്കണം. ഞാൻ ചില സമയത്ത് വീഡിയോ എടുത്തിട്ട് അത് ഓണാക്കാൻ വേണ്ടി മറക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരാൾ എടുത്ത് തരാണ്ടെങ്കിൽ ഒരു പാടുമില്ലേ. അപ്പോൾ ഇതാ നമ്മളൊരു അപ്പം ഉണ്ടാക്കി. എനിക്കിപ്പോൾ വിശക്കണില്ല, ഈ ചൂടത്തൊക്കെ നിന്നിട്ട് വെള്ളം കുടിച്ചിട്ടേ വയറ് ഡും തന്നെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ വിശക്കണില്ല. അപ്പോൾ ആ വിശക്കണ സമയത്ത് തന്നെ 2 ഓലക്കൊടി കത്തിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അത് ചോറ് അതിൻ്റെ കൂടെ ഞാൻ ഊറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞു. ഇനി ഇരിക്കുന്ന പാത്രങ്ങളോട് കഴുകുക. ഈ ഒരു ചെമ്പൊക്കെ ഞാൻ വെണ്ണീർ വെച്ചിട്ടാണ് കേട്ടോ ഉരച്ച് കഴുകുക. അതാവുമ്പോൾ അതിൻ്റെ കരിയൊക്കെ പോയിട്ട് നല്ലോണം പളപളാതനെ നല്ല വൃത്തിയിൽ കിട്ടും. കണ്ടോ, ആ അടിഭാഗത്ത് മാത്രമേ കരി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള കരിയൊക്കെ വേഗം പോകും കേട്ടോ ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഉരച്ച് കഴുകി. ഈ ചട്ടിയിലെ കരി പോവില്ല കേട്ടോ.
ഇത് നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് കുറേയൊക്കെ ഞാൻ ഉരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ എനിക്കൊക്കെ എന്തെങ്കിലും വയ്യാത്ത സമയമൊക്കെ ആകുമ്പോൾ ഇവർ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴുകാതെ ഇട്ടാൽ കരി കൂടും. ഇനി അത് ഇരുന്ന് കഴുകാൻ നിന്ന് കഴിഞ്ഞിട്ട് കൈയിൻ്റെ പണി കഴിയും. ഞാൻ പറഞ്ഞല്ലോ കൈവേദന രണ്ടാമതും തുടങ്ങിയെന്ന്. അത് കാരണം ഇനി അതിൽ അധികമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ക്യാഷ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങോട്ട് മാറിയാൽ മതിയായിരുന്നു കേട്ടോ. ഇത് വന്നു കഴിഞ്ഞാൽ പെയിൻ വന്നു കഴിഞ്ഞാലേ ഉറങ്ങാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, അങ്ങനെ ഒരവസ്ഥയാവും. അപ്പോൾ അതാ നമ്മുടെ ഫുഡൊക്കെ ആയി. തക്കാളി താളിച്ചതും ഓംലറ്റും പിന്നെന്തായിരുന്നു മാങ്ങ അച്ചാർ. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ മാങ്ങ കണ്ണൻകുട്ടി കൊണ്ടുവന്നത് ഇത് അരിഞ്ഞിട്ട് ഞാൻ ഉപ്പും മുളകും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ പുരട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പടവും ഓംലറ്റും അച്ചാറൊക്കെ കൂട്ടിയിട്ട് അവർക്കുണ്ട് ഫുഡ് കൊടുക്കുക, പിള്ളേർ കഴിക്കട്ടെ. എനിക്ക് പിന്നെ വിശക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് കഴിച്ചോളാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം കൂടി താളം തെറ്റുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് ഇത്രയും തിരക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ വന്നത്. മറ്റേത് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നേരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടപ്പാച്ചിലെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് സമയം തികയണില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം എഡിറ്റിംഗ് കഴിഞ്ഞ് 2 വറ്റ് ചോറൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരത്തെ എല്ലാത്തെയും പോലെ തന്നെ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചെടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസമല്ല, തലേദിവസം വെള്ളം ഒഴിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൂരത്തിന് പോയില്ലേ അന്നും അതിൻ്റെ പിറ്റേ ദിവസം, അത് എങ്ങനെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും തലേദിവസം. അപ്പോൾ അതിനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊക്കെ മുറ്റത്ത് തളിച്ചിട്ട് അങ്ങോട്ട് അടിച്ചു വരാൻ വിചാരിച്ചേ. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം നമ്മൾ ലൈവ് പോസ്റ്റ് ചെയ്തുകൊണ്ട് അന്ന് വീഡിയോ ഇട്ടില്ല. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇടാഞ്ഞത് നമ്മുടെ റിലേഷനിൽ ഒരു മരണം ഉണ്ടായിരുന്നു. റിലേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷാജേട്ടൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ ഏടത്തിയമ്മയുടെ ബ്രദർ മരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും എത്തിയെങ്കിൽ കൂടെ നമുക്കൊരു ഒരു മൂഡുണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മൾ മരണം എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ആർക്കും മുന്നേ കൂട്ടി കാണാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഞാൻ പോവാ ഈ ഇവിടെ നിൽക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയാണത്. ഒരു കുടുംബം മൊത്തം നമ്മളെങ്ങോട്ട് തകർത്ത് തരിപ്പണാക്കുക എന്നൊക്കെ പറയില്ല, അതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് ഇങ്ങനെ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മരണവും കാര്യവും പോയതും അച്ഛൻ അങ്ങനെ ആംബുലൻസിൽ ഫ്രണ്ടിൽ മരിച്ചിട്ട് അച്ഛൻ ആംബുലൻസിലും ഞങ്ങൾ ബാക്കിൽ വണ്ടിയിലും ആ ഒരു അവസ്ഥ, തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തോളമുള്ള അവസ്ഥ എന്നൊക്കെ പറയണത് എനിക്കിത് ഭയങ്കര പാടാട്ടോ, ഈ മരണ വീട്ടിൽ പോവുക പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഓക്കെ ആയില്ല ഞാൻ, അതുകൊണ്ട് വീഡിയോ ഇട്ടില്ല. ഷോർട്സ് മാത്രം ഇടാണ്ടിരിക്കേണ്ടല്ലോ, അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചു കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് വെച്ചിട്ട് കാലട്ട് ഉടയ്ക്കേണ്ട വിചാരിച്ചിട്ട് ഞാനൊരു ഷോർട്സ് എടുത്തിട്ട് ഇട്ടു. ഇന്നാണ് കേട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോണൊന്ന് കംപ്ലൈൻറ്റ് ആയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഇന്നലെ ഇടാത്തതിൻ്റെ റീസൺ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, നമ്മൾ അവിടെയൊക്കെ പോയി വന്നു. എന്തായാലും ഇതിങ്ങനെ നമ്മളെ അലട്ടണ സംഭവങ്ങൾ ഒരുപാട് നമ്മൾ മനസ്സിൽ തന്നെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു അവസ്ഥയ്ക്കായി പോകും. വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ടെൻഷനാണെങ്കിൽ അത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ പൊട്ട മൈൻഡിലേക്ക് ആയി പോകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വിട്ട് നമ്മുടെ തിരക്കിലേക്കും കാര്യങ്ങൾക്കും ഒക്കെ അങ്ങോട്ട് ഇറങ്ങുക, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ മുന്നേ എടുത്ത വ്ളോഗാണ്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ ചീരയൊക്കെ വളർന്നിട്ട് ഇങ്ങനെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിന് മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ നമുക്കത് ചെയ്യണം കേട്ടോ, മണ്ണിട്ട് കൊടുക്കണം. ബാക്കി കവർ കിട്ടിയിട്ടില്ല, ഒരു 6-7 കവറും കൂടെ കിട്ടിയാൽ അതും കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല അടിപൊളിയായിട്ട് മേലൊക്കെ കഴുകി നമ്മൾ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. വൈകിട്ട് കുറച്ച് ലൈറ്റായിട്ടോ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അധികമൊന്നും ആയിട്ടില്ല. അങ്ങനെ വിളക്കൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോസായിട്ട് വരാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ വെക്കേഷൻ തുടങ്ങിയപ്പോഴേക്കും ഓരോരോ പരിപാടികളും പണികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നാളെ മുതൽ നല്ല വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.